നമുക്കിന്നൊരു കസ്റ്റാർഡ് ഐസ്ക്രീം ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ തിളപ്പിക്കാത്ത പാലിലൊന്ന് കലക്കി വെച്ചു കേട്ടോ. ഒട്ടും തരിയില്ലാണ്ട് വേണേ കലക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡാണ് എടുത്തേക്കുന്നത്. അങ്ങനെ അത് നമുക്ക് മാറ്റി വെച്ചിട്ട് പാല് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ പാല് തിളപ്പിക്കാൻ വെക്കുമ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ പാല് തിളപ്പിക്കാൻ. അപ്പോൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണേ, കാരണം അല്ലെങ്കിൽ അടി പിടിക്കും പെട്ടെന്ന്. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കാൽ നിർത്തിയപ്പം അടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാവേ. ഞാനിവിടെ ഒരു 5 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടേക്കുന്നത്. അപ്പം ഞാൻ എടുത്തേക്കുന്ന സ്പൂണനുസരിച്ചുള്ള പഞ്ചസാരയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പം നമുക്ക് ഏത് സ്പൂണാണോ നിങ്ങൾ എടുക്കുന്നത് അതനുസരിച്ച് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടാൽ മതി. അപ്പം ഈ ഒരു 5 സ്പൂൺ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ കലക്കി വെച്ചേക്കുന്ന കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, അത് കുറേശ്ശെ ആയിട്ട് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഗ്യാസ് വെക്കേണ്ടത്. അതുപോലെ നമുക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ. ഇളക്കി കൊടുക്കാണ്ട് കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണം, കാരണം ഇളക്കിയില്ലെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ അടി പിടിക്കും കേട്ടോ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരുന്നിട്ട് നമുക്ക് ആ കസ്റ്റർഡ് പൗഡർ ഒഴിച്ചു കൊടുക്കാവേ. അങ്ങനെ അത് ഒഴിച്ച് ഒരു ക്രീമി സ്ട്രക്ചർ ആവുന്നിടം വരെ നമുക്കത് ഇളക്കണം കേട്ടോ. അങ്ങനെ അത്യാവശ്യം ഒരു ക്രീമി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അങ്ങനെ ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചു കേട്ടോ. കൂടെ ഞാൻ 3-4 ബദാമും കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചൂടാറി ഞാനത് ഫ്രീസറിലേക്ക് വെക്കുന്നതിന് മുമ്പ് മുകളിലായിട്ട് കുറച്ച് ബദാമും കൂടെ പൊടിച്ച് തൂളി കൊടുത്തു കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ കാഷ്യൂവും അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ അനാറ്, ആപ്പിള്, പഴം ഒക്കെ നമുക്ക് അരിഞ്ഞിട്ടിട്ട് ഫ്രൂട്ട് സലാഡ് പോലെയും കഴിക്കാം കേട്ടോ. അപ്പൊ തണുപ്പില്ലാണ്ടാണെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാലോ, ഫ്രീസറിലൊന്നും വെക്കാണ്ടാണെങ്കിലും കൊടുക്കാം, കാരണം ക്രീമി ആയിട്ടായതുകൊണ്ട് കോരി കുടിക്കാലോ. അങ്ങനെ ഞാൻ ഫുൾ ഓവർനൈറ്റ് വെച്ചിട്ടാണ് എടുത്തത്. അപ്പോഴേക്കും അത്യാവശ്യം കട്ടയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ബൈ.